ഹലോ വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസ് ഉണ്ടായിരുന്നു. ആ കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ സെഷനിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസ് ഐറ്റം നമ്പർ 9 പരിഗണിച്ചത്. ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിൽ ഇന്നത്തെ കോർട്ട് സെഷനിലെ വാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കേസ് വിളിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രതീഷ് കുമാർ സാറ് കേസിനെ കുറിച്ച് ഞാൻ വാദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു എന്നുള്ളൊരു പരാമർശം പറഞ്ഞു കോടതിയിൽ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിധി പറയണമെന്നുള്ള ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ സ്പെഷ്യൽ അപ്രൂവൽ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സെഷൻസ് കോർട്ട് ഇപ്പോൾ കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഇപ്പോൾ ഇനി വൈകിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു പരാമർശവും. അതുകൊണ്ട് നവംബർ 30 ഒരു വിധി. അപ്പോൾ നമുക്ക് നവംബർ 30 തന്നെ കൂട്ടാം. നവംബർ 30 തന്നെ ഒരു വിധി ഈ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയിൽ നിന്ന് നമുക്ക് ഹയർ ഓൺലൈൻ ഷോപ്പിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ആ ഒരു വിധി വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കോർട്ടിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കോർട്ട് പ്രൊസീജിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് എല്ലാവരോടും ബോത്ത് പോസിറ്റീവും നെഗറ്റീവ് മെമ്പേഴ്സ് രണ്ടുപേരോടും പറയാനുള്ളതാണ്. കോർട്ടിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നല്ലൊരു വിധി തന്നെ ഹയർച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ. കാരണം വളരെ നല്ല രീതിയിലുള്ള വാദങ്ങൾ തന്നെയാണ് ഹയർ ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ശ്രീകുമാർ സാറിൻ്റെ ടീമിൻ്റെ അസോസിയേറ്റ് മാർട്ടിൻ സാറും ഹയർ ഓൺലൈൻ ഷോപ്പിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സെഷൻസ് കോർട്ടിൽ വാദിക്കുണ്ടായത്. എസ്പെഷ്യലി ബിസിനസ് മോഡൽസും പ്ലാൻസും എല്ലാ ക്ലാരിറ്റിയും, പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം മാത്രം അല്ല. അവിടെ ഇതൊരു ഫ്രഷ് പ്രൊസീഡിംഗ് ആണോ, റീഇഷ്യൂ ഓഫ് ഓർഡർ ആണോ, അത് മാത്രമല്ല കംപ്ലീറ്റ് ഈ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ പ്ലാൻസിനെ കുറിച്ചും ഒരു ബ്രോഡ് ഐഡിയയോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു അവയർനെസ് ബഹുമാനപ്പെട്ട സെഷൻസ് കോർട്ടിന് കൊടുക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്, ഹോപ്പ് തന്നെയാണ് എനിക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നല്ലൊരു വിധി തന്നെ ഹയർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്, ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ഡി പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ മൺഡേയിലെത്തിക്കും. നേരത്തെ സെഷനിൽ ഞാൻ പറഞ്ഞ 28 പോസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഏർലി പെറ്റീഷൻ കൊടുത്തുകൊണ്ട് ഇപ്പോൾ 25 മൺഡേ വരുന്ന തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായിട്ടുള്ള വാദങ്ങൾ നടക്കുകയാണ്. ആ ഒരു കേസ് അപ്ഡേറ്റും കൂടെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. മൺഡേ 25 നവംബർ ഐറ്റം നമ്പർ 219 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ കേസ് പരിഗണിക്കുക. അപ്പോൾ ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എല്ലാം പോസിറ്റീവ് ഡയറക്ഷൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ പ്രേയേഴ്സ്, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും. അപ്പം എല്ലാത്തിനും നല്ല ഒരു വാർത്ത തന്നെ ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സോ നമ്മളൊരു വീക്കെൻഡിലാണ്. സോ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നല്ലൊരു വാർത്ത തന്നെ എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ സെഷൻ നിർത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ടേക്ക് കെയർ.